ഹലോ, നമസ്കാരം. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ ആ പല്ലുകൾക്ക് പിന്നിലെ ശക്തിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പല്ലുകളെ താടിയെല്ലിൽ ഒരു കോട്ട പോലെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരത്ഭുത ഘടനയുണ്ട്. അതാണ് ആൽവിയോളാർ അസ്ഥി. ഇന്ന് നമ്മൾ ഈ അദൃശ്യനായ നായകന്റെ കഥയാണ് പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വെറുമൊരു അസ്ഥിയാണെന്ന് തോന്നുമെങ്കിലും ഇത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ലോകമാണ്. അപ്പോൾ നമുക്ക് ആ ലോകത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഈ ചോദ്യമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ പല്ലുകൾ വരുമ്പോൾ കൂടെ വരികയും പല്ലുകൾ പോകുമ്പോൾ കൂടെ പോകുകയും ചെയ്യുന്ന ഒരസ്ഥി. എന്തായിരിക്കും ഉത്തരം? അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ ആൽവിയോളാർ അസ്ഥി തന്നെ. ഇതിന്റെ നിലനിൽപ്പ് പൂർണ്ണമായും പല്ലുകളെ ആശ്രയിച്ചാണ്. ശരിക്കും ഒരു വിശ്വസ്തനായ കൂട്ടുകാരനെ പോലെ, അല്ലേ? പല്ലുണ്ടെങ്കിൽ ഞാനുണ്ട്, പല്ലു പോയാൽ ഞാനും കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള ഈ അസ്ഥി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയണ്ടേ? അതിൻ്റെ കഥ തുടങ്ങുന്നത് നമ്മൾ ജനിക്കുന്നതിനും ഒരുപാട് മുൻപാണ്. നമുക്കതിൻ്റെ തുടക്കം എവിടെയാണെന്ന് നോക്കാം, അല്ലേ? നമ്മൾ ഭ്രൂണാവസ്ഥയിൽ വെറും 2 മാസം പ്രായമുള്ളപ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാണം തുടങ്ങും. ഇവിടെ കാണുന്നതുപോലെ ആദ്യം പല്ലിന്റെ മുകുളങ്ങൾ വരാനായി ഒരു ചാൽ രൂപപ്പെടുന്നു. പിന്നെ ആ മുകുളങ്ങൾക്കിടയിൽ ചെറിയ ഭിത്തികൾ വരുന്നു. ഒടുവിൽ നമ്മുടെ ആദ്യത്തെ പാൽപ്പല്ല് പുറത്തേക്ക് വരുമ്പോഴേക്കും ആൽവിയോളാർ അസ്ഥി അതിന്റെ പൂർണ്ണരൂപം കൈവരിച്ചിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ പല്ലും ഈ അസ്ഥിയും ഇരട്ടകളെ പോലെയാണ്, ഒന്നിച്ചാണ് ജനിക്കുന്നതും വളരുന്നതും. ഈ മുഴുവൻ പ്രക്രിയയുടെയും സൂത്രധാരൻ ആരാണെന്നറിയാമോ? ഈ കാണുന്ന ഡെന്റൽ ഫോളിക്കിളാണ്. പല്ലിന് ചുറ്റുമുള്ള ഈ ചെറിയ കോശങ്ങളുടെ സഞ്ചിയിൽ നിന്നാണ് ആൽവിയോളാർ അസ്ഥി മാത്രമല്ല പല്ലിനെ താങ്ങി നിർത്തുന്ന മറ്റു പല പ്രധാന ഭാഗങ്ങളും ഉണ്ടാകുന്നത്. ഇതൊരു മാസ്റ്റർ ബ്ലൂ പ്രിന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ഇവിടെയാണ് ശരിക്കുള്ള മാജിക്. ഈ ഡെന്റൽ ഫോളിക്കിളിന് ഒരേ സമയം 2 ജോലികളുണ്ട്. അതിന്റെ മുകൾ ഭാഗം അസ്ഥി അലിയിച്ചു കളഞ്ഞ് പല്ലിന് സുഖമായി പുറത്തേക്ക് വരാൻ ഒരു ഹൈവേ ഉണ്ടാക്കിക്കൊടുക്കും. അതേസമയം അതിന്റെ താഴത്തെ ഭാഗം പുതിയ അസ്ഥി നിർമ്മിച്ച് പല്ലിനിരിക്കാൻ ഉറപ്പുള്ള ഒരു അടിത്തറ പണിയും. അതായത് ഒരേ സമയം പൊളിച്ചുമാറ്റലും നിർമ്മാണവും നടത്തുന്ന ഒരു സൂപ്പർ സ്മാർട്ട് എഞ്ചിനീയർ. അപ്പോൾ അതിന്റെ നിർമ്മാണം നമ്മൾ കണ്ടു. ഇനി അത് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അതിന്റെ ഉൾവശം എങ്ങനെയിരിക്കുമെന്ന് നമുക്കടുത്തറിയാം. ഈ ചിത്രമൊന്ന് നോക്കൂ. ആൽവിയോളാർ അസ്ഥിയെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. ഒന്ന്, പല്ലിന്റെ കുഴിയെ നേരിട്ട് സംരക്ഷിക്കുന്ന ആൽവിയോളാർ ബോൺ പ്രോപ്പർ എന്ന ഉൾപാളി. 2, അതിനു പുറത്തൊരു കവചം പോലെ സംരക്ഷണം നൽകുന്ന സപ്പോർട്ടിംഗ് ബോൺ. ഇവ രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ പല്ലുകൾക്ക് അത്രയും ബലം കിട്ടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡെന്റൽ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ പല്ലിന്റെ വേരിനു ചുറ്റും തെളിഞ്ഞ വെളുത്ത കട്ടിയുള്ളൊരു വര കണ്ടിട്ടുണ്ടോ? അതാണ് ലാമിന ഡ്യൂറ. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആൽവിയോളാർ ബോൺ പ്രോപ്പർ തന്നെയാണ്. ആ വരയുടെ കട്ടിയും തെളിച്ചവുമൊക്കെ നോക്കിയാണ് ഡോക്ടർമാർ പലപ്പോഴും നമ്മുടെ മോണയുടെ ആരോഗ്യം വിലയിരുത്തുന്നത്. ഇനി ആ പുറം കവചമായ സപ്പോർട്ടിംഗ് ബോണിനെക്കുറിച്ച് പറയാം. അതിനുമുണ്ട് 2 ഭാഗങ്ങൾ. പുറമേ കാണുന്ന കട്ടിയുള്ള കോർട്ടിക്കൽ പ്ലേറ്റുകളും ഉള്ളിൽ ഒരു തേനീച്ചുകൂട് പോലെ കാണുന്ന സ്പോഞ്ചി അസ്ഥിയും. ഭാരം കുറവാണെങ്കിലും ഭയങ്കര ബലമാണ് ഈ സ്പോഞ്ചി അസ്ഥിക്ക്. നമ്മുടെ താഴത്തെ താടിയെല്ലിൽ ഈ പുറം കവചത്തിന് കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. കാരണം സിമ്പിളാണ്, ഭക്ഷണം ചവയ്ക്കുമ്പോൾ കൂടുതൽ പ്രഷർ താങ്ങേണ്ടത് അവിടെയാണല്ലോ. ഈ കാണുന്ന ചാർട്ട് നോക്കൂ. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ശരിക്കും ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ്. 65% വരുന്ന ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന മിനറൽസ് അതിന് കമ്പി പോലെ ഉറപ്പു നൽകുമ്പോൾ 35% വരുന്ന കൊളാജൻ എന്ന പ്രോട്ടീൻ അതിന് സിമന്റ് പോലെ വഴക്കം നൽകുന്നു. ഈ ഉറപ്പും വഴക്കവുമാണ് ഈ കോമ്പിനേഷന്റെ വിജയം. നമ്മൾ കരുതുന്നതുപോലെ അസ്ഥി ഒരു നിശ്ചലമായ ഘടനയല്ല. അതെപ്പോഴും പ്രവർത്തനനിരതമായ ഒരു 24/7 കൺസ്ട്രക്ഷൻ സൈറ്റ് പോലെയാണ്. ഇനി ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളികൾ ആരൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടീം, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അവരാണ് ബിൽഡേഴ്സ്. പുതിയ അസ്ഥി പണിയുന്നത് ഇവരാണ്. പിന്നെ ഓസ്റ്റിയോക്ലാസ്റ്റുകൾ, ഇതാണ് ഡെമോളിഷൻ ടീം. പഴയതും ആവശ്യമില്ലാത്തതുമായ ഭാഗങ്ങൾ ഇവരെ പൊളിച്ചുമാറ്റും. ഇതെല്ലാം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഓസ്റ്റിയോസൈറ്റുകൾ എന്ന സൈറ്റ് സൂപ്പർവൈസർമാരുണ്ട്. പോരാത്തതിന് പുതിയ ആളുകളെ ട്രെയിൻ ചെയ്യിക്കാൻ ഓസ്റ്റിയോ പ്രോജനിറ്റർ എന്ന പരിശീലകരും റെഡിയാണ്. ഈ ടേബിൾ നോക്കൂ. ഓരോരുത്തരുടെയും ജോലിസ്ഥലം എവിടെയാണെന്ന് ഇതിൽ വ്യക്തമാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അസ്ഥിയുടെ സർഫസിൽ നിന്നാണ് നിർമ്മാണം തുടങ്ങുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റുകളാവട്ടെ ചെറിയ കുഴികളിലിരുന്ന് പഴയ അസ്ഥിയെ അലിയിച്ചു കളയുന്നു. അതേസമയം നമ്മുടെ സൂപ്പർവൈസർമാരായ ഓസ്റ്റിയോസൈറ്റുകൾ അസ്ഥിക്കുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ ഇരുന്ന് അവരാണ് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ കമാൻഡ് സെന്ററായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സപ്ലൈ വേണ്ടേ? ഫുഡും മെസ്സേജുമൊക്കെ എത്തണ്ടേ? അതിനാണ് ഇവിടുത്തെ ബ്ലഡ് വെസൽസും നെർവുകളും. രക്തക്കുഴലുകളുടെയും ഞരമ്പുകളുടെയും ഒരു വലിയ ശൃംഖല തന്നെ ഈ അസ്ഥിക്കുള്ളിലുണ്ട്. അസ്ഥിക്കുള്ളിൽ ചെറിയ ടണലുകൾ പോലെ ചാനലുകളുണ്ട്. ഈ സൂക്ഷ്മമായ കനാലുകളിലൂടെയാണ് പോഷകങ്ങൾ എത്തുകയും വേദന, സമ്മർദ്ദം പോലുള്ള വിവരങ്ങൾ ഞരമ്പുകൾ തലച്ചോറിലേക്കെത്തിക്കുകയും ചെയ്യുന്നത്.
ഇത് ശരിക്കും അസ്ഥിയുടെ സ്വന്തം പ്ലംബിംഗ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽവിയോളാർ ബോൺ പ്രോപ്പറിനെ ഓർമ്മയുണ്ടോ? അതിന് ക്രിബ്രിഫോം പ്ലേറ്റ് എന്നും ഒരു പേരുണ്ട്. ക്രിബ്രിഫോം എന്ന് പറഞ്ഞാൽ അരിപ്പ പോലെ ദ്വാരങ്ങളുള്ള എന്നാണർത്ഥം. ഈ ദ്വാരങ്ങൾ ഒരു പാലം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അസ്ഥിയും പല്ലിനെ താങ്ങി നിർത്തുന്ന ലിഗമെന്റും തമ്മിൽ പോഷകങ്ങളും സന്ദേശങ്ങളും കൈമാറുന്നത് ഇതിലൂടെയാണ്. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ അസ്ഥിയുടെ ഒരു സൂപ്പർ പവറാണ്. ഒരു സൂപ്പർ ഹീറോയെപ്പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം രൂപം മാറാനും പുനർനിർമ്മിക്കാനുമുള്ള അതിന്റെ കഴിവ്. ഇതിനെയാണ് ബോൺ റീമോഡലിംഗ് എന്ന് പറയുന്നത്. പല്ലിൽ കമ്പിയിടുന്നത് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കമ്പി പല്ലിൽ ഒരു വശത്തേക്ക് ചെറുതായി തള്ളുമ്പോൾ ആ ഭാഗത്തുള്ള അസ്ഥി പൊളിച്ചു മാറ്റാൻ നമ്മുടെ ഡെമോളിഷൻ ടീമായ ഓസ്റ്റിയോക്ലാസ്റ്റുകൾക്ക് സിഗ്നൽ കിട്ടും. അവർ വഴി ക്ലിയർ ചെയ്യുമ്പോൾ പല്ലങ്ങോട്ട് പതുക്കെ നീങ്ങും. അതേസമയം പല്ല് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിടവ് നികത്താൻ മറുഭാഗത്ത് ബിൽഡേഴ്സായ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ പുതിയ അസ്ഥി നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു നിരന്തരമായ പൊളിച്ചുപണിയിലാണ് പല്ലുകളെ നേരെയാക്കുന്നത്. ഇനി ഇതിന്റെ പിന്നിൽ നടക്കുന്ന മോളിക്യുലാർ ലെവലിലുള്ള ഒരു രഹസ്യ സംഭാഷണം നോക്കാം. ഇവിടെ നിർമ്മാതാക്കളായ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ റാങ്കൽ എന്നൊരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു താക്കോൽ പൊളിക്കുന്നവരായ ഓസ്റ്റിയോക്ലാസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അവർ പൊളിച്ചു തുടങ്ങുകയുള്ളൂ. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ബോസ് എപ്പോഴും ബിൽഡർ തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് എല്ലാം കൃത്യമായി പ്രവർത്തിക്കുമ്പോഴുള്ള കാര്യമാണ്. എന്നാൽ ഈ നിർമ്മാണവും പൊളിച്ചുമാറ്റലും തമ്മിലുള്ള ബാലൻസ് തെറ്റിയാലോ? രോഗങ്ങൾക്കോ പ്രായത്തിനോ ഈ സിസ്റ്റത്തെ തകരാറിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രങ്ങൾ നോക്കൂ. ആരോഗ്യമുള്ള അസ്ഥിയും കേടുപാടുകൾ സംഭവിച്ച അസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. വലതുവശത്ത് കാണുന്ന ഫെനസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അസ്ഥിയിലൊരു ചെറിയ ജനൽ പോലെ വേരിന്റെ ഭാഗം പുറത്തു കാണുന്നതാണ്. ഡെഹിസൻസ് ആവട്ടെ, മോണയുടെ അറ്റം വരെ അസ്ഥിയൊരു വിള്ളൽ പോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇവ രണ്ടും പല്ലിന്റെ ഉറപ്പിനെയും ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കും. അപ്പോൾ ആരാണ് ഈ വില്ലന്മാർ? പ്രധാന വില്ലൻ മോണരോഗം അഥവാ പെരിയോഡിറ്റോണ്ടൈറ്റിസ് തന്നെയാണ്. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ അറിയാതെ പല്ല് ഞെരിക്കുന്നതും ഹൈപ്പർ പാരാതൈറോയിഡിസം പോലുള്ള മറ്റസുഖങ്ങളും നമ്മുടെ ഈ അസ്ഥിയുടെ ബലം കുറയ്ക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ വായുടെ ആരോഗ്യം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായം നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതുപോലെ ഈ അസ്ഥിയെയും ബാധിക്കും. ചെറുപ്പത്തിൽ നല്ല ബലമുള്ള മിനുസമുള്ള അസ്ഥി പ്രായമാകുമ്പോൾ ദുർബലമാകും. ഉള്ളിലെ ആ തേനീച്ചക്കൂട് പോലുള്ള ഘടന നേർത്തുവരും. പുതിയത് നിർമ്മിക്കാനുള്ള കഴിവ് കുറയും. അതുകൊണ്ടാണ് പ്രായമായവരിൽ പല്ലുകൾക്ക് ഇളക്കം തട്ടാനും നഷ്ടപ്പെടാനും സാധ്യത കൂടുന്നതും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആൽവിയോളർ അസ്ഥി വെറുമൊരു താങ്ങ് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡയറി പോലെയാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെയും ശീലങ്ങളുടെയും കഥ പറയുന്ന ഒരു ചലനാത്മകമായ ഭാഗം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഓർക്കുക, ആ പുഞ്ചിരിക്ക് പിന്നിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കഥ പറയുന്ന ഒരു ലോകം തന്നെയുണ്ട്. നിങ്ങളുടെ താടിയല്ലേ നിങ്ങളോട് എന്ത് കഥയാണ് പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.